യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മീഡിയ മിനിസ്ട്രിയുടെ ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകളാണിത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും. ഇത് കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അത് തന്നെയാണ് കർത്താവ് നമ്മെക്കുറിച്ചും, അതായത് കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ അനുഗമിക്കുന്നവരെക്കുറിച്ചും പറയുന്നത്. ഗിരിപ്രഭാഷണത്തിൽ നാം കേൾക്കുന്നത് എന്താണ്? കർത്താവിനെ അനുഗമിക്കുന്നവർ വലിയ വെളിച്ചമായ തന്നെ പ്രതിഫലിപ്പിക്കുന്നവരാകും എന്നുള്ള കാര്യമാണ്. അവർ മറ്റുള്ളവർക്കൊരു വെളിച്ചമായി ശോഭിക്കും. അവർ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും ഉൾക്കൊള്ളുമ്പോൾ ആ സ്നേഹവും പ്രവൃത്തിയും പുറപ്പെടുവിക്കുന്നവരായി തീരുകയും ചെയ്യും. അവർ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുവാൻ ഇഷ്ടപ്പെടും. എന്നാൽ ലോകം അങ്ങനെയല്ല. രാത്രിയിൽ നമ്മൾ ദൂരയാത്ര ചെയ്യുമ്പോൾ ഒരു വഴിവിളക്ക് എങ്ങനെ പ്രകാശം പകരുന്നുവോ അതുപോലെയാണ് ഒരു ക്രിസ്തുവിനെ പിന്തുടരുന്ന ഒരു വ്യക്തിയും. ഒരു ദേശാടനം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ വലിയ പട്ടണങ്ങൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു വലിയ പട്ടണം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? വളരെ പ്രകാശപൂരിതമായിരിക്കും ആ നഗരം മുഴുവനും. അവിടെ കടുക്കുമ്പോൾ ദൂരെ നിന്ന് തന്നെ നമുക്ക് അത് നഗരമാണെന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ കാര്യം എന്താണ്? അവിടെ അനേകം വെളിച്ചം, അതായത് പ്രകാശിക്കുന്ന അനേകം വിളക്കുകളുണ്ട്. വിളക്കുകൾ എന്ന് വെച്ചാൽ ഇലക്ട്രിക് വെളിച്ചമാണ് ഇന്നുള്ളത്. എന്നാൽ കർത്താവിൻ്റെ കാലത്ത് ചെറിയ വെളിച്ചങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ തന്നെയും എണ്ണ കൊണ്ട് കത്തിക്കുന്നതൊക്കെ വിളക്കുകളായിരുന്നെങ്കിൽ തന്നെയും അത് ഇരുട്ടത്ത് ഒരു ചെറിയ പ്രകാശമാണെങ്കിലും അത് വളരെ ദൂരത്തു നിന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് വെളിച്ചത്തെ അടക്കി വെക്കാൻ ഇരുട്ടിന് സാധ്യമല്ല. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അത് ഇരുട്ട് വെളിച്ചത്തെ പിടിച്ചടക്കാൻ സാധ്യമല്ല. ബിക്കോസ് ഡാർക്ക്നെസ് കനോട്ട് കോംപ്രിഹെൻഡ് ലൈറ്റ് എന്നാണ് അവിടെ പറയുന്നത്. ദൈവമക്കൾ മലമുകളിലുള്ള ഒരു പട്ടണം പോലെയാണ്. വളരെ ദൂരെ നിന്ന് തന്നെ അവരെ കാണാൻ സാധിക്കും. കാരണം അവിടെ അവരുടെ നന്മകൾ ലോകത്തിന് പ്രകാശം പകരുന്നതാണ്. അവരുടെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ, അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ, മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, ഇതൊന്നും ഒളിച്ചു വെക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. കാരണം നമുക്കറിയാം, അനേകം മിഷണറിമാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്ക് അനേകം സ്കൂളുകൾ, അല്ലെങ്കിൽ സ്കൂളുകളില്ലാതിരുന്ന സ്ഥലങ്ങളിലും സ്കൂളുകളൊക്കെ സ്ഥാപിച്ച് അനേകം പേര് അക്ഷരാഭ്യാസമൊക്കെ പഠിച്ചു. അത് തന്നെയുമല്ല, യുദ്ധസമയത്തൊക്കെ അവരനേകം ആശുപത്രികൾ സ്ഥാപിച്ചു, ആളുകളുടെ ക്ഷേമത്തിനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കുമായിരിക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളുമൊക്കെ ഒരു ബിസിനസ്സാണെന്ന്. പക്ഷേ മിഷണറിമാരുടെ കാര്യങ്ങൾ അങ്ങനെയല്ല. അവർ എവിടെ ആ ഇരുട്ട് അല്ലെങ്കിൽ പ്രകാശമില്ലാതിരിക്കുന്നോ അവിടെ കൂടുതൽ വെളിച്ചം കൊടുക്കാനായിട്ട് അവിടെ വിദ്യാഭ്യാസം കൊടുക്കും. അതുപോലെ തന്നെ അനേകം നന്മ പ്രവൃത്തികൾ ആളുകൾക്ക് ചെയ്യും. എന്നാൽ ഇരുട്ടിൽ വസിക്കുന്നവർക്ക് ഇതൊന്നും തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവില്ല. അവർ വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുട്ടിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണിത്.
കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തിന്മ പ്രവർത്തികൾ മറ്റാരും അറിയരുതെന്നുള്ളപ്പോൾ അവർ നന്മയിലേക്ക് വരുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ളവരും ഈ ലോകത്തിൽ ധാരാളമുണ്ട്. കാരണം വെളിച്ചം മാത്രമല്ലല്ലോ ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവർ വെളിച്ചത്തെ എപ്പോഴും പകച്ചുകൊണ്ടിരിക്കും. ഇതുതന്നെയാണ് ഇന്ന് നാം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ലോകത്തിന് വെളിച്ചം പകരുന്ന അനേകരുണ്ടായിരുന്നു. നമുക്ക് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കഥ തന്നെ സംഭവമാണല്ലോ, ആ ചരിത്രം തന്നെ അറിയാമല്ലോ. അദ്ദേഹം കുഷ്ഠരോഗികളുടെ ഇടയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് എന്തായിരുന്നു ആളുകൾക്ക് വിരോധം? കാരണം താൻ ഇവിടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ അദ്ദേഹം നിർവ്യാജമായി കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു. അവരുടെ ജീവിതവും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള അവരുടെ കുടുംബത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും ഒക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ സ്നേഹം എത്രമാത്രം പ്രകാശപൂരിതമായിട്ടാണ് ഈ ലോകത്തിൽ പ്രകാശിക്കുന്നതെന്ന്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകാശത്തിലിരിക്കുന്നവരായ ഈ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.